ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. പിടിച്ച് മാറ്റല്ലാത്തനെ. എന്നിട്ട് ഇവനെ അറസ്റ്റ് ചെയ്ത് വണ്ടിക്കകത്തിട്. ഇങ്ങോട്ട് വാടാ. ഇത് ഞങ്ങളുടെ മണ്ണാ. ഞാൻ കളിച്ചു വളർന്ന മണ്ണ്. ഇതൊരു സുപ്രഭാതത്ത് വന്ന് വിട്ടുതരാൻ പറഞ്ഞാലേ മുഖത്ത് നോക്കി തന്നെ ശിവൻ പറയും പറ്റില്ലെന്ന്. അതിനിപ്പോ ഈ ലോകം കീഴ്മേൽ മറിയുമെന്ന് പറഞ്ഞാലും ശിവൻ പറയും പോയി പണി നോക്കാൻ. അതിപ്പോ ഭരിക്കുന്ന മന്ത്രി വന്ന് നേരിട്ട് പറഞ്ഞാലും ശിവൻ പറയും വിട്ടു തരില്ലെന്ന്. ചെറുപ്രായമാണ്. പോലീസുകാര് കൊണ്ടുപോയി എല്ല് വാട്ടി പഞ്ചസാര ലൈനി കുടിപ്പിക്കും. 8ാം മാസം എല്ല് ദ്രവിച്ച് മണ്ണിനോട് ചേരുമ്പോ പോലീസുകാര് തന്നെ പറയും മരണകാരണം അവ്യക്തം. പണി അറിയാവുന്ന പോലീസുകാരുടെ കൈ കിട്ടിയ നിന്റെ ഈ തിളപ്പ് അങ്ങ് മാറിക്കിട്ടും. 4 പഠിക്കുമ്പോ അയൽവക്കത്ത് ചെക്കനുമായി കള്ളനും പോലീസും കളിക്കും. ഞാൻ കള്ളനായിരുന്നു, അവൻ പോലീസും. കളിയിൽ കള്ളനെ പിടിക്കാൻ വന്ന പോലീസുകാരനെ ഞാൻ കുത്തിയത് കളിക്കുന്ന കത്തി കൊണ്ടായിരുന്നില്ല, ഒറിജിനൽ കത്തി കൊണ്ടായിരുന്നു. 4 പഠിക്കുമ്പോ എത്ര വയസ്സുണ്ട്? അന്ന് തീർന്നതാ കാക്കിയോടുള്ള പേടി. അതുകൊണ്ട് ചേച്ചി ആ വഴിക്ക് വണ്ടി തിരിക്കണ്ട. അതൊക്കെ ബ്ലോക്ക് ആക്കിയിട്ട് തന്നെ ഞാൻ ഇങ്ങനെ ബ്ലോക്ക് ഓഫീസറായിട്ട് മുന്നിൽ വന്ന് നിൽക്കുന്നത്. ജില്ലാ കളക്ടർ ശാലിനി വിഷ്ണുവിന്റെ ജോലി തടസ്സപ്പെടുത്തിയതിന് ജില്ലാ മജിസ്ട്രേറ്റ് കൂടിയായ ശാലിനി വിഷ്ണു തന്നെ അറസ്റ്റ് ചെയ്യുന്നു. ഇൻസ്പെക്ടർ, അറസ്റ്റ്. ഇങ്ങോട്ട് വാടാ. ഞങ്ങളെ കൊന്നിട്ട് ശിവൻകുഞ്ഞിനെ ഇവിടെ നിന്ന് അറസ്റ്റ് ചെയ്ത് മാറ്റാൻ പറ്റുള്ളൂ. പിടിച്ച് മാറ്റല്ലാത്തനെ. എന്നിട്ട് ഇവനെ അറസ്റ്റ് ചെയ്ത് വണ്ടിക്കകത്തിട്. ഇങ്ങോട്ട് വാടാ. മാഡം പറയുന്നൊന്ന് കേക്ക്. കോളനി ഒഴിപ്പിക്കുന്ന നടപടിക്ക് കോടതി ഇന്ന് സ്റ്റേ ഓർഡർ ഉണ്ട്. കോളനി ഒഴിപ്പിക്കൽ താൽക്കാലികമായി നിർത്തിവെച്ചുകൊണ്ടുള്ള ഇഞ്ചക്ഷൻ ഓർഡറാണ്. ഞാൻ മാണിക്കോത്ത് ഗ്രൂപ്പിന്റെ പേഴ്സണൽ വക്കീല, അഡ്വക്കേറ്റ് ഹരികുമാർ മേനോൻ. അതെ, നിങ്ങളുടെ ടൈമിംഗ് ശരിയല്ല ഏട്ടാ. ഇവിടെ മേഡം ഇപ്പൊ എന്നെ അറസ്റ്റ് ചെയ്ത് ലോക്കപ്പിൽ അടച്ചേനെ. ഇത് കയ്യിലേക്കൊന്ന് കിട്ടണ്ടേ? ഇപ്പൊ ഇയാള് ജയിച്ചു. പക്ഷെ ഇത് താൽക്കാലികം മാത്രമാണ്. പൂർവാധികം ശക്തിയോടെ ഞാൻ തിരിച്ചു വരും. അന്ന് താനിങ്ങനെ അഹങ്കാരത്തോടെ എന്റെ മുന്നിൽ തലയും ഉയർത്തിപ്പിടിച്ച് നിൽക്കില്ല. തല കുനിക്കേണ്ടി വരും, ചെയ്തു പോയ തെറ്റിന്റെ ഒക്കെ പശ്ചാത്താപം ഓർത്ത്. അത് മേഡത്തിന്റെ വെറും വ്യാമോഹം മാത്രമാണ്. എന്നും എവിടെയും തല ഉയർത്തി പിടിച്ചു തന്നെ ഞാൻ നിൽക്കും. കാരണം എന്റെ പേര് ശിവൻ. സാക്ഷാൽ ഭഗവാൻ ശിവന്റെ നിറകയിൽ ജടയ്ക്കുള്ളിൽ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന ഗംഗാദേവിയെ ഭൂമിയിലേക്ക് എങ്ങാണ് സ്വതന്ത്രമാക്കി വിട്ടാ പിന്നെ ഇവിടെ പ്രളയമാ. ആ ഒരു സാഹസം ഞാനായിട്ട് കാണിക്കണോ? പിന്നെ ഞാൻ അറിഞ്ഞു കേട്ടതെല്ലാം മേഡം വലിയ ഝാൻസി റാണിയാണെന്ന, വലിയ കർക്കശക്കാരി, ഇടഞ്ഞാൽ ഈറ്റപ്പുലിയാണെന്നൊക്കെ. പക്ഷേ അതൊന്നും മാണിക്കോത്തെ കുടുംബത്തേക്ക് എടുക്കണ്ട. മാണിക്കോത്ത് കുടുംബത്തിന് എന്താടോ കൊമ്പുണ്ടോ? കൊമ്പല്ല, തൃക്കണ്ണ്. എല്ലാം ഭസ്മമാക്കുന്ന ശിവന്റെ തൃക്കണ്ണ്. ആ
ആ സംരക്ഷണത്തിലാ മാണിക്കോത്ത് കുടുംബം നിലനിൽക്കുന്നത്. അതിന്റെ അടിത്തറ എന്റെ ഈ ചങ്കിലാ ഞാൻ കെട്ടിയുയർത്തിയിരിക്കുന്നത്. അതിളക്കാൻ കേരളത്തിലെ മുഴുവൻ കളക്ടർമാരും ഒന്നിച്ചു വന്നാലും നടക്കില്ല. കാരണം മനസ്സിലായില്ലെങ്കിലേ മനസ്സിലാക്കി തരാം. ഇത് ശിവോഹം, എനിക്കിത് നിയോഗം. നിങ്ങൾക്കിത് വിയോഗമാവാതിരിക്കട്ടെ. അതുകൊണ്ട് മേഡം പോ. എടാ കുട്ടി, ആ അച്ഛമ്മേ, മേഡത്തിന്റെ ഊർജം മുഴുവൻ നഷ്ടപ്പെട്ടു നിൽക്കുക. അതുകൊണ്ട് മേഡത്തിന് 2 കരിക്കങ്ങിട്ട് കൊടുത്തേ. നിനക്ക് ഒരിക്കൽ കൂടി എന്റെ മുന്നിൽ വരേണ്ടി വരും. അപ്പ കാണാം കരിക്ക് ആര് കുടിക്കേണ്ടി വരുമെന്ന്. കാണാം. കാണാം. അപ്പോ വക്കീലിന് പണി അറിയാല്ലേ? പിന്നെ എനിക്ക് ഏറ്റവും കൂടുതൽ കേസ് തരുന്നതും ശിവൻകുഞ്ഞനല്ലേ? അതിന്റെ കാരണം എന്താണെന്നറിയോ? ശിവോഹം. അതെ, ശിവോഹം. ലോഹിത്തെ, അപ്പോ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഓർമ്മയുണ്ടല്ലോ? നിനക്ക് ഈ പണിയിൽ ഞാനൊരു ഭാവി കാണുന്നുണ്ട്. അപ്പൊ അത് അമ്മയെ ബോധ്യപ്പെടുത്തിയിട്ട് അപ്പോയിന്റ്മെന്റ് ഓർഡർ വാങ്ങിച്ചു തരേണ്ട ഒരു കടമ മാത്രമേ എനിക്കിനിയുള്ളൂ. കാര്യങ്ങളെല്ലാം നല്ല വെടിപ്പായിട്ട് നടത്തണം. അക്കാര്യമൊക്കെ ഞാൻ ഏറ്റു ബ്രോ. എനിക്കിപ്പോ ഒരു ധൈര്യമൊക്കെ ആയി. നീ വാ. പിള്ളേ, ഈ കണക്ക് ശരിയാവുന്നില്ലല്ലോ. കുറച്ച് കുറവ് കാണുന്നുണ്ടല്ലോ. സത്യമേ, അത് മില്ലിലെ കാശ് കുറച്ച് കിട്ടാനുണ്ട്. 2 ദിവസത്തിനുള്ളിൽ തരാന്നാ പറഞ്ഞിരിക്കുന്നത്.